ഏട്ടാ, നിങ്ങളെ അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു. അതാരാ? അതെ, മെലിഞ്ഞ ഒരാൾ, ചുരുളമുടിയുള്ള താടിയുള്ള ഒരാൾ. അതിപ്പാരാ? ഇങ്ങനെ 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 നമ്മൾ ആളുകളെ കഷ്ടപ്പെട്ട് വിശേഷിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ വന്ന ആളുടെ പേര് പറഞ്ഞാൽ പോരെ? പ്രിയമുള്ളവരെ, എന്താണ് പേര്? എന്തിനാണ് പേര്? അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ എല്ലാവരും കുഞ്ഞുവാവയാണ്. ഈ ഭൂമിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ പേര്. എന്തിനാണ് പേര്? നമ്മളെ തിരിച്ചറിയാൻ. പേരൊരു ഐഡൻറ്റിറ്റിയാണ്. ചിലരൊക്കെ പറയാറുണ്ട്, ഒരു പേരിൽ എന്തിരിക്കുന്നു? ഒരു പേരിൽ പലതും ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇഷ്ടമാണോ? ചിലർക്ക് അവരുടെ പേര് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരുപക്ഷെ അവരവരുടെ പേര് മാറ്റാറുണ്ട് പിന്നീട്. മുഹമ്മദ് കുട്ടിയാണ് നാട്ടുകാർക്ക് അറിയുന്ന മഹാനടൻ മമ്മൂട്ടി. ഗോപാലകൃഷ്ണനാണ് നമുക്കറിയുന്ന ദിലീപ്. ചിലർക്ക് ചില പേര് ഭാരമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ പേരിടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ലളിതമായി പേരിടാൻ ശ്രമിക്കുക. കുട്ടികൾക്ക് ആ പേരിൻ്റെ വിളിയിൽ, ആ പേര് വിളിക്കുന്നിടത്ത് ഓമനത്വമുണ്ടായാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. ചില കുട്ടികൾക്ക് അവരെ അച്ഛനമ്മമാരിടുന്ന പേരൊരു ഭാരമായി തോന്നാറുണ്ട്. ചില രക്ഷിതാക്കൾ പേരിൻ്റെ കൂടെ ഓമനപ്പേര് കൂടി ഇടാറുണ്ട്. എന്തിനാണ് ഓമനപ്പേര്? ഓമനത്വത്തിൽ സ്നേഹത്തോടെ വിളിക്കാനാണ് ഓമനപ്പേരിടുന്നത്. ഇനി ഓമനപ്പേരില്ലാത്തവർക്കോ ഒരുപക്ഷെ ചിലപ്പോൾ അവരെ പേര് വിളിച്ചാൽ ദേഷ്യം വരാറുണ്ട്. അതുകൊണ്ട് ആളുകളെ, ഓമനപ്പേരില്ലാത്തവരെ അവരുടെ പേരിൽ തന്നെ ഓമനത്വത്തോട് വിളിക്കാൻ ശ്രമിക്കുക. ഓമനപ്പേരുള്ളവരെ അങ്ങനെയും വിളിക്കാൻ നമുക്ക് ശീലിക്കാം. ആളുകളെ അതല്ലാത്ത പേരിൽ, പ്രത്യേകിച്ചും ചില വിശേഷങ്ങളിലൂടെ ആളുകളെ വിളിക്കാൻ, വർണ്ണിക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല ശീലമല്ല, ഒരു നല്ല വ്യക്തിത്വത്തിന് ചേർന്നതല്ല. ആളുകളെ അവരുടെ പേരിലൂടെ നമുക്ക് വിളിക്കാം.